ഹലോ. അപ്പം ഞാനിതാ ഊണും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം പുറത്ത് നല്ല കാലാവസ്ഥയാണ്, മഴയൊക്കെ ഒന്ന് നിന്നിട്ട് കാണുന്നുണ്ട്. അപ്പം വിചാരിച്ചു എന്നാൽ ഗാർഡനിലേക്ക് ഇറങ്ങിയാണ്. ഗാർഡൻ എന്ന് പറയാൻ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ചെന്നാൽ മുറ്റത്ത് ചെറിയൊരു പണിയുണ്ട്, കുറച്ച് ചെടികളൊക്കെ നടാനുണ്ട്. അപ്പോൾ അതങ്ങ് നടാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ഇതാ ഈ റെഡ് പാം ഉണ്ടല്ലോ, ഇതവിടെ നടാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പം റെഡ് പാം നല്ല ഉഷാറിൽ ചട്ടിയിൽ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കോർണറിൽ തന്നെ ഒന്ന് നട്ട് ഒരാഗ്രഹം. അപ്പം ഞാൻ ചോദിച്ചാൽ അതൊന്ന് അവിടെ നടാമെന്ന്. ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. അതെന്തിനാ അത് അവിടെ നടുവൊന്നും വേണ്ട, അത് ചട്ടിയിൽ തന്നെയാണ് ഭംഗിയെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എൻ്റേതാണെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടി പോവുകയും ചെയ്തു. അപ്പോൾ ഈ കോർണറിൽ ഞാൻ ഓൾറെഡി മഞ്ഞ കോളാമ്പി നട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിലും കോളാമ്പി ഇങ്ങനെ ആ പൈപ്പിന് ഇങ്ങനെ നല്ല പൂവായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിൻ്റെ നടുക്ക് നല്ല റെഡ് പാം, പിന്നെ എൻ്റെ ആ ഉരുളിയിൽ താമര നടണം. അതാണ് എൻ്റെ ഒരു പ്ലാൻ, എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ഇനിയിപ്പോൾ ഇവിടെ ലോൺ വെച്ച് കഴിഞ്ഞിട്ട് ഈ പാമ്പ് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ലോൺ വെക്കുന്നതിന് മുന്നേ നമുക്ക് പാമ്പിൽ നിന്നിട്ട് സെറ്റാക്കണം. പിന്നെ ലോൺ അവിടെ വിരിക്കുകയല്ലേ വേണ്ടു. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ചെയ്ത് നടുന്നതിന് മുമ്പേ കുഴിയെടുത്തില്ല. നടുന്നതിന് മുമ്പ് നമ്മൾ ചെടിയുടെ ഉണങ്ങിയ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മണ്ണ് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. മണ്ണൊക്കെ അങ്ങനെ തന്നെ ഞാൻ വെച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇതാ ഒരു കയ്യിൽ ഞാൻ ക്യാമറ പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റ് പിന്നെ എന്താ പറയുക, കറക്റ്റ് അവിടെ കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊന്ന് സൈഡിലെല്ലാം മണ്ണൊന്ന് ലെവലാക്കി കൊടുക്കേണ്ടി വന്നില്ല. വെച്ചപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇത് റെഡ് പാം ഇങ്ങനെ വളർന്ന് വരുമ്പോൾ ആ സൈഡിൽ മഞ്ഞക്കോളാമ്പി, പിന്നെ വേറൊരു ഹൈബ്രിഡ് കോളാമ്പിയും കൂടി ഉണ്ട് കേട്ടോ ആ സൈഡിൽ ഞാൻ നട്ടിട്ട്. അപ്പോൾ അത് കുറച്ച് ഉഷാറായി വരുന്നതേ ഉള്ളൂ. ഇനി വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നട്ടാൽ ഒരു 3 തരം കോളാമ്പി ഇങ്ങനെ സൈഡിൽ പൂവായിട്ട് നിൽക്കും. പാമ്പ് നല്ല നടുക്ക് നല്ല ഇതാവും. അപ്പോൾ ഉരുളിയിൽ അതാ ഈ സീമക്കൊന്നേൻ്റെ ഇല വീണ് കിടപ്പുണ്ട്, കുറച്ച് വെള്ളവും കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൊതുക് മുട്ട കൂടെ ഉണ്ടാവിച്ചിട്ട് ഞാനതൊന്ന് തുറന്ന് വിടുന്നുണ്ട്. അപ്പോൾ ഉരുളിയിൽ ആ വെള്ളം പോകാൻ വേണ്ടി അതിലെ പൈപ്പിലേ പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇതാ എനിക്കിത് വെച്ചിട്ട് എന്തോ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, എനിക്ക് വേറെയും കുറച്ച് പണികളുണ്ട്. വേറെ ഒരു ചെടി കൂടെ നടാനുണ്ട്. അപ്പം അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ മുറ്റത്താണ് കേട്ടോ ഇനി ഇതിൻ്റെ പരിപാടി. ഇവിടെ അംബ്രല്ല ഗ്രാസ് ഞാൻ നല്ല നീളത്തിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ റോഡിലേ പോകുന്ന ആളല്ലേ എപ്പം എന്നോട് പറയുന്നൊരു പരാതി, ഇതിൽ പാമ്പ് കയറൂലേ. പിന്നെ ഇപ്പോൾ ഒച്ചിൻ്റെ സമയമായല്ലോ, അപ്പോൾ ഒച്ചുണ്ടാവും അതിൽ, പിന്നെ നിങ്ങൾ ഇറങ്ങുന്നിടത്ത് തന്നെ പാമ്പ് വരൂലേ എന്നെല്ലാം പറഞ്ഞപ്പം പിന്നെ എനിക്കൊരു പേടിയായി. അപ്പോൾ ഇതാ കോളാമ്പി ഞാൻ മഴക്ക് മുന്നേ ഒന്ന് പ്രൂൺ ചെയ്തതുകൊണ്ട് നല്ല ബുഷായി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെത്തി, എനിക്കിതെൻ്റെ ഫേവറേറ്റ് കളറാട്ടോ. നല്ല ഭംഗിയാണിത്, ഇങ്ങനെ കട്ട കുത്തിപ്പൂ, നല്ലൊരു എന്താ പറയുക ഉരുണ്ട പൂവാണിത്. നമ്മളെ സാധാ ചെക്കി പോലെ ഒരു തെറിച്ച് നിൽക്കുന്ന പൂവല്ല. അപ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്യണം, പക്ഷേ നിറച്ച് മുട്ട് കണ്ടുകൊണ്ട് പിന്നെ ഞാൻ ചെയ്താലും വിരിഞ്ഞ് കഴിഞ്ഞിട്ടാവും പ്രൂൺ ചെയ്യാൻ. അപ്പോൾ ഇതാ നമ്മളെ അംബ്രല്ല ഗ്രാസ് ഇവിടെ നിന്ന് പൊരിച്ച് മാറ്റണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് പൊരിച്ച് നോക്കി, ഇളക്കം തട്ടിയതാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചുമരിന് ഇങ്ങനെ പറ്റി നിന്നിട്ടാണ് ഉള്ളത്. പിന്നെ ഞാൻ പൊരിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിൽ പാമ്പിനൊന്നും കയറാനൊരു ഗ്യാപ്പില്ല, അത്രയും തിക്കായിട്ടാണ് ഈ പുല്ലുള്ളത്. ഞാൻ വെറുതെ പൊരിച്ചത്. ഇതും ഏട്ടന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ പൊരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. എന്താ വെച്ചാൽ 1 മാസം 1.5 മാസം ആകുമ്പോഴേക്കും ഇതിങ്ങനെ തിക്കായി വരും. അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കും. അംബ്രല്ല ഗ്രാസ്, നമ്മൾ കുട ഇങ്ങനെ ചെരിച്ച് വെക്കില്ല നിലത്ത്, അതേപോലെ ഈ പുല്ല് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് വലിച്ചായതാ എല്ലാം ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എവിടെയെങ്കിലും നടണം, അങ്ങനെ കളയാൻ മനസ്സ് വരുന്നില്ല. മൊത്തത്തിൽ നടാനൊന്നും പറ്റിയില്ലെങ്കിൽ കുറച്ചെങ്കിലും നടണം. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തതാണ് കേട്ടോ. റോഡിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ഫുൾ കോൺക്രീറ്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ഈ സൈഡിൽ എന്തെങ്കിലും ചെടി നടണം, അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് വെക്കണം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു ചെടി നടേണ്ടത്, അത്രയും ഗ്യാപ്പ് വെച്ചിട്ടാണ് എനിക്ക് കോൺക്രീറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് കോൺക്രീറ്റ്, പിന്നെ സൈഡിൽ ചെടി നട, അങ്ങനെയാണ് അത് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനെല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. പൊരിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല, ഇതാ ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ.
ചട്ടിയിലാക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി അതിപ്പോൾ അതിൽ നിന്ന് നല്ല വളർന്നിട്ടാകുമ്പോൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്താൽ ഇതിന് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതെവിടെയെങ്കിലും ഒന്ന് നമുക്ക് സൈഡിൽ വെക്കണം. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ചട്ടിയിൽ നട്ടപ്പം മോശമില്ല. അപ്പോൾ പിന്നീട് ഏട്ടൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെല്ലാം കളഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഏട്ടന് സന്തോഷമായി. അപ്പോൾ ഇതെല്ലാം പൊരിച്ച് ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ച് ക്ലീൻ ആക്കണം. പിന്നെ മണ്ണ് കുറച്ചൊന്ന് പെരിച്ചായി എങ്ങാനും മാന്തിയിട്ട് കുറച്ചൊരു മണ്ണ് ഇതായിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണം. പിന്നെ ഞാൻ ബാക്കി വന്ന ചെടി എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അയൽവാസികൾക്ക് ഈ റോഡിലേ പോകുന്ന തന്നെ പരിചയമുള്ളവർക്കെല്ലാം അറിയാം. ഞാൻ കട്ട് ചെയ്യുന്ന ചെടിയെല്ലാം ഇങ്ങനെ സൈഡിൽ വെക്കും. അവരാവശ്യമുള്ളവർ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചെടി എടുത്തുകൊണ്ട് പോയിക്കോളും. പിന്നെ നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എടുത്തിട്ട് കത്തിക്കുക. അങ്ങനെ ബാക്കി ഉണ്ടാവാറില്ല മിക്കതും. എൻ്റെ അയൽവാസികളിൽ എന്താ വെച്ചാൽ അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പകലവർ ചിലപ്പോൾ ഉണ്ടാവില്ല. ഡ്യൂട്ടിക്കെല്ലാം പോകുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാം. അപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ റോഡ് സൈഡിൽ വെച്ച് അവർ ഈവനിങ് റോഡിലൂടെ പോകുമ്പം കണ്ടാൽ ഇപ്പം ഞാൻ ചെടി കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്കായിരിക്കുന്നില്ലെങ്കിൽ അവരത് എടുത്ത് പോയിക്കോളും. ഞാൻ അവരോട് മുന്നേ പറഞ്ഞു വെച്ചതാണ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ റോഡ് സൈഡിൽ വെക്കും കേട്ടാന്ന്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ക്ലീൻ ആക്കിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. ഇവിടെ എൻ്റെ തുളസി നടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ തുളസി കുറേ വർഷമായിട്ടോ. ഇതിൽ നിന്ന് അമ്പലത്തിലേക്ക് ഇന്ന് പിന്നെ തുളസി പറിച്ചെടുക്കാനുണ്ട് ഇല. അപ്പോൾ ഇനി ഈ സ്ഥലത്തൊരു 2 തുളസി എൻ്റെ ചെടിച്ചട്ടി കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ നടാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ താരം. താരം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാനിപ്പം വൃത്തിയാക്കിയ സ്ഥലത്ത് നമ്മളെ തെച്ചിനെയാണ് നടാൻ പോകുന്നത്. അപ്പം അപ്പുറത്ത് തുളസി ഏതായാലും അമ്പലത്തിലേക്ക് പറിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ ചെന്നാൽ ഇവിടെ ചെത്തി നട്ടാൽ അതിൽ നിന്ന് പൂവായ അതും പിന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഭംഗിയാവും ചെയ്യുമല്ലോ. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കഥ പറയാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കോൺക്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ചെടി നടണം, കുറച്ച് ഗ്യാപ്പ് എനിക്ക് വെച്ചിട്ട് അവിടെ ചെടി നടണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാനിങ്ങനെ ചെത്തിയാണ് നട്ടത്. ചെത്തി എന്ന് വെച്ചാൽ വെള്ള ഹൈബ്രിഡ്, പിന്നെ ഒരു പിങ്ക്, പിന്നെ ഇത് റെഡാണ് കേട്ടോ. അപ്പോൾ ഈ റെഡ് അങ്ങനെ 3 എണ്ണം ഞാനിങ്ങനെ ഇട കലർത്തിയിട്ട് ഇവിടെ നല്ല നീളത്തിൽ നട്ടു. അപ്പം നല്ല വേരെല്ലാം പിടിച്ച് ഉഷാറായി. അപ്പോൾ എന്തോ ആരാന്നറിയില്ല, റോഡിലല്ലേ, അപ്പോൾ റോഡിൽ ഇങ്ങനെ പല ആൾക്കാരും പോകുമല്ലോ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വെള്ളം നനക്കാൻ വന്നപ്പോൾ 3 തെച്ചി. അപ്പോൾ പൂവെല്ലാം വിരിഞ്ഞു, വേരെല്ലാം വന്നു, പൂ വിരിഞ്ഞു, എല്ലാത്തിലും നല്ല പൂ വന്നതാ. അപ്പോൾ 3 തെച്ചി ആരോ കളറ് നോക്കിയിട്ട് പൊരിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഏട്ടനെ വല്ലാണ്ട് സങ്കടമായി. ഏട്ടൻ പറഞ്ഞു റോഡിൽ നട്ടാൽ നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല, റോഡിൽ ആരാ പോകുന്നത്, അവർ റോഡല്ലേ, അവർ പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ഏട്ടൻ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി നട്ടത്. അപ്പോൾ ഇപ്പം വീണ്ടും എന്നിട്ട് എന്നോട് നടുമ്പോൾ അതാണ് ഏട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. എന്തിനാ അത് പൊരിച്ചിട്ട് നീ ചെത്തിയൊന്നും അവിടെ നടണ്ട, അതാരും കൊണ്ടുപോകും എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞ സാരമില്ല, കൊണ്ടുപോകുന്ന ആൾ കൊണ്ടുപോയിക്കോട്ടെ, ഒറ്റ കളറല്ലേ. അപ്പോൾ അങ്ങനെ അതാന്നിട്ട് ഞാൻ പറഞ്ഞ കഥ. അപ്പോൾ ഇവിടെ ഇപ്പം നട്ടിട്ടുണ്ട്, ആരാ കൊണ്ടുപോകാമെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ നട്ടു, വെള്ളം നനച്ചു. ഇനിയിപ്പം മഴയല്ലേ, അപ്പം ചെടിയെല്ലാം എന്തായാലും ഉഷാറാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളെല്ലാം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. അപ്പം ഞാൻ മാറ്റങ്ങൾ വരുത്താൻ ഇനിയും ശ്രമിക്കാം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.